ഹായ് ഹലോ എല്ലാവർക്കും സൺഡേ വ്ളോഗിലേക്ക് സ്വാഗതം. സൺഡേ വ്ളോഗായാലും ഞാൻ ഇട്ടപ്പോൾ ട്യൂസ്ഡേ ആയി കേട്ടോ. കുറച്ച് ലേറ്റായി. എൻ്റെ വീഡിയോസൊക്കെ പിന്നെ ലേറ്റ് ആണല്ലോ. അപ്പോൾ ഈ സൺഡേ ആകുമ്പോൾ ഇച്ചിരി ലേറ്റായിട്ടൊക്കെയാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എഴുന്നേറ്റ് പാടെ എന്തായാലും 2 കാപ്പിയൊക്കെ ഇട്ട് കേട്ടോ. ബ്രൂ കാപ്പിയാണ് കേട്ടോ, ബ്രൂ കോഫി ഇല്ലേ അതാണ്. അപ്പോൾ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇന്ന് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ, 2 കുഞ്ഞ് ഗസ്റ്റുകളുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഇതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. കടലക്കറി വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ കാപ്പിയും കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അന്തരീക്ഷമാണ് കേട്ടോ, നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ, മഴയൊന്നുമില്ല, നല്ല വെയിലുള്ള ദിവസമാണ്. കുറേ തുണിയും കാര്യങ്ങളും ഒക്കെ കഴുകാനുള്ള ദിവസവും കൂടിയാണ്. അപ്പോൾ ഞാനിവിടെ കടലക്കറി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പുട്ടും കടലക്കറിയുമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയതായിട്ട് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അയ്യോ കൂട്ടുകാരെ, ഞാൻ പണ്ട് കൂട്ടുകാരെ എന്നാണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ആ കൂട്ടുകാരെ പറച്ചിലില്ല കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സ് എന്നും ഒക്കെ പറയാറുള്ളൂ. കൂട്ടുകാരെ എന്ന് പറയുമ്പോൾ ചിലരെന്നെ കളിയാക്കുമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. അപ്പോൾ എന്താണെന്നറിയാവോ, ഗസ്റ്റ് അതേ നമ്മുടെ 2 കുഞ്ഞുങ്ങൾ നമ്മുടെ പൊന്നുകുട്ടിയുടെ ഫ്രണ്ട്സാണ് കേട്ടോ. പൊന്നുകുട്ടിയുടെ ഫ്രണ്ട്സാണ്. ഞാൻ പറഞ്ഞില്ലേ 2 കുഞ്ഞ് ഗസ്റ്റാന്ന് പറഞ്ഞില്ലേ. ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പൊന്നുകുട്ടിയുടെ ഫ്രണ്ട്സായിട്ട് വരുന്നത്. ഇന്നേ വരെ പൊന്നുകുട്ടിയുടെ ഫ്രണ്ട്സും കാര്യങ്ങളും അങ്ങനെയൊന്നും വന്നിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അവർ വന്ന ഉടനെ തന്നെ എന്തൊക്കെയോ കളിക്കുകയും കാര്യമൊക്കെയാണ്. അപ്പം ഞാൻ വന്ന ഉടനെ തന്നെ അവർക്ക് 1-2 സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്തായാലും കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇന്ന് എനിക്ക് 4 മക്കളെ കിട്ടിയ ഒരു രീതിയാണ്. പൊന്നുകുട്ടി, കണ്ണൻകുട്ടൻ, വൈഗ എന്നാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പൊന്നുകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ താമസിക്കുന്നത് വൈഗ. അപ്പോൾ വൈഗയുണ്ട്, വൈഗയുടെ അനിയനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നുകുട്ടിക്ക് ഒരു ചെറിയ കോൾഡിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോലെ എനിക്ക് തോന്നി കേട്ടോ. ചെറിയൊരു കോൾഡ് പോലെ, ജലദോഷം പോലെ തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞു മാസ്ക് വെച്ചിരിക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളും ഉണ്ടല്ലോ, അവർ വന്നതിന് ശേഷമാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ചെറിയൊരു കോൾഡ് പോലെ തോന്നിയത് കേട്ടോ. അപ്പം തന്നെ ഞാൻ മാസ്ക് വെപ്പിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട് നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സിമ്പിളായിട്ട് പെട്ടെന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സ്പൈസസ് ഒക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കിഴങ്ങ്, സബോള, റൈസ്, ചെറിയ റൈസില്ലേ അതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി കുക്കർ ബിരിയാണി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതിന് വേണ്ടി കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സ്പൈസസ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മറ്റേ നമ്മുടെ കറുവപ്പട്ട, തക്കോലം, സ്റ്റാർ ഷേപ്പിലുള്ള സാധനമില്ലേ അത്, ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, ഇത്രയും സംഭവമാണ് കേട്ടോ. ആദ്യം തന്നെ എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി, കറുവപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ തക്കോലം, അങ്ങനത്തെ സ്പൈസസ്, കുരുമുളകൊക്കെ ഇട്ട് കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും സബോള ഇട്ട് കൊടുത്തു കേട്ടോ. സിമ്പിളാണ് കേട്ടോ, സിമ്പിളായിട്ട് നമുക്കൊരു അടിപൊളി കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. ഞാൻ വെറുതെ എൻ്റെ സൺഡേ ബ്ലോഗൊന്നും പറഞ്ഞങ്ങ് കാണിച്ചു പോകുന്നെങ്കിലും നിങ്ങളെ കുക്കർ ബിരിയാണി കൂടി വെക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സബോള ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് ആദ്യം എണ്ണ ഒഴിച്ചു, സ്പൈസസ് ഇട്ടു, അതിന് ശേഷം സബോള ഇട്ടു, പിന്നെ കിഴങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. കിഴങ്ങും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. വേകാനായിട്ട് നിൽക്കണ്ട കേട്ടോ. കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണമല്ലോ, ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, എല്ലാം ഒരു കൈക്കണക്കാണ് കേട്ടോ. ഇതുപോലൊക്കെ വെച്ച് നോക്കുക, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇടാം. ഞാൻ 3-4 പച്ചമുളകാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. വലിയ എരിവൊന്നും ഇല്ല, ഇപ്പോഴത്തെ പച്ചമുളകിനൊന്നും വലിയ എരിവില്ലല്ലോ. അതിന് ശേഷം ഒരു തക്കാളിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഒരു തക്കാളിയെ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഒരു ചെറിയ തക്കാളിയെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ സ്പൈസസ് ഇട്ടു, ആദ്യം തന്നെ എണ്ണ ഒഴിച്ചു, അതിന് ശേഷം സ്പൈസസ് ഇട്ടു, പിന്നെ സവോള ഇട്ടു, കിഴങ്ങ് ഇട്ടു, മല്ലിയില, പുതിനയില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ.
ചിക്കൻ മസാലപ്പൊടിയും ഇട്ട് കൊടുത്തു. അതൊന്നും ഞാൻ കണക്കൊന്നും കാണിക്കുന്നില്ല, ഒരു കണക്കിന് അങ്ങ് ഇട്ട് കേട്ടോ. ചിലപ്പോൾ 2 ടേബിൾ സ്പൂൺ വല്ലതും കാണുമായിരിക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. 2 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സായി വരുമ്പോൾ കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ കുക്കർ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഓടിപ്പോയി ചിക്കനൊന്നും മേടിച്ച് ചെയ്യാനൊന്നും നിന്നില്ല. കുറച്ച് ചിക്കനുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കനൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ കുക്കർ ബിരിയാണി വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ അത് ചിക്കനും ഇട്ട് കേട്ടോ, കുറച്ചാണെങ്കിലും അത്യാവശ്യമുണ്ട് കേട്ടോ. ചിക്കനും ഇട്ട് എല്ലാം കൂടി നന്നായിട്ടിട്ട് പെരട്ടാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കുക്കറൊക്കെ ഒന്ന് താഴെ വെച്ചിട്ട് നന്നായിട്ട് തവിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യും, നമ്മുടെ അരി, ചെറിയ ജീരകശാല അരിയാണ് കേട്ടോ. നമ്മുടെ ഇതുണ്ടാക്കുമല്ലോ, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന റൈസാണ് കേട്ടോ. അത് വിട്ടിട്ട് നമ്മുടെ കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണേ. നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കേട്ടോ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആകാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ റൈസ് അടിയിൽ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതാണ് ഞാൻ 1 തക്കാളി ഇട്ടത് കേട്ടോ. തൈരും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അവസാനമാണ് നമ്മുടെ മെയിൻ ഐറ്റം ഞാൻ ഇട്ടത് കേട്ടോ, ഉപ്പ്. സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് കേട്ടോ. ഇടയ്ക്ക് സബോള വാടുമ്പോഴോ അല്ലെങ്കിൽ റൈസ് ഇടുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ ഉപ്പിടായിരുന്നു. പക്ഷെ സത്യം പറയാമല്ലോ, ഞാൻ മറന്നുപോയി കേട്ടോ ഉപ്പിടാനായിട്ട്. അതിനുശേഷം ഉപ്പ് ഇട്ടിട്ട് ഈ ഗ്ലാസ്സിന് ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. പിന്നെ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ 3 ഗ്ലാസ് വെള്ളമേ ഒഴിച്ചുള്ളൂ കേട്ടോ. കാരണം കുക്കറിൻ്റെ മേള് വരെ എത്തി. സത്യം പറഞ്ഞാൽ ഞാൻ ടെൻഷൻ അടിച്ചു പോയി, ദൈവമേ പണി പാളിയെന്ന്. പക്ഷെ ഇല്ല കേട്ടോ, വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം. അപ്പോൾ മല്ലിയില പുതിനയില എല്ലാം ആ വെള്ളം ഒഴിച്ചതിനെ മേളിൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കുക്കർ അടച്ച് 2 വിസിലടിച്ചു കേട്ടോ. 2 വിസിൽ. എൻ്റെ കുക്കറാണ്, ചെറുതുമാണേ. അതിനുശേഷം 2 വിസിലൊക്കെ അടിച്ചിട്ട് ഒന്ന് ചൂടൊക്കെ ആറി തനിയെ അത് ഇതായി വന്നു കേട്ടോ, തുറന്നു വന്നു. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ തുറന്നപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയ അതിൻ്റെ ഇടയ്ക്ക് ഒരു കച്ചമ്പറും പപ്പടവും ഒക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നു. ചിക്കനൊക്കെ മേളിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നു. അതിനുശേഷം ഞാനതൊരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. ഇത്രയും ഉണ്ടായിരുന്നു. 2 ഗ്ലാസ് അരി, നല്ല പോലെ ചിക്കൻ ഉണ്ടായിരുന്നുണ്ട്. ചിക്കനൊന്നും അങ്ങനെ അങ്ങോട്ട് വെന്തുടഞ്ഞ് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വൈഗയുടെ അനിയനും പറഞ്ഞു കേട്ടോ. മക്കൾക്ക് ഇവിടെ ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കണ്ണൻകുട്ടിനും പൊന്നുകുട്ടിക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവർക്ക് ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ അവരിടയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ സൂപ്പറാണെന്ന് തന്നെ പറയും കേട്ടോ. പക്ഷേ വൈഗ പറഞ്ഞു ആൻറ്റി സൂപ്പറായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ടു, മക്കൾക്ക് 2 പേർക്ക്, ആ 2 കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. സംഭവം എന്തായാലും സൂപ്പറായിരുന്നു. നമ്മുടെ വീടിനകത്തൊക്കെ നല്ലൊരു ബിരിയാണിയുടെ മണമായിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പൊന്നുകുട്ടിക്ക് ചെറിയ കോൾഡ് ഉണ്ടായിരുന്നതുകൊണ്ട് നെയ്യ് അധികം ആഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി നെയ്യും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വല്ല അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കുക്കർ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നമ്മുടെ വൈകിയ അനിയനും പോയി കേട്ടോ. ഞാൻ പോയ വീഡിയോ എടുത്തില്ല. അവരങ്ങ് എത്തിയതിന് ശേഷമാണ് അയ്യോ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അവർ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മുടെ കുക്കർ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സിമ്പിളായിട്ട് തയ്യാറാക്കാം. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.